ഇന്ന് നമുക്കേ നന്ദന്റെ വീട്ടിൽ നിന്ന് കുറച്ചു പേരൊക്കെ വന്നതിന്റെ വിശേഷം ഒന്ന് കണ്ടാലോ. ശരിക്കും പറഞ്ഞാലേ ഇത് എൻഗേജ്മെന്റിന്റെ മുമ്പേ നടത്താനിരുന്ന ഒരു ചടങ്ങാണ്. പക്ഷെ എൻഗേജ്മെന്റിന്റെ തിരക്ക് കാരണം വളരെ കുറഞ്ഞ സമയമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എൻഗേജ്മെന്റിന്റെ പിറ്റേ ദിവസം വൈകുന്നേരത്തേക്ക് അവരെ ക്ഷണിച്ചതാണ്. റെസിപ്പി വീഡിയോ ഇടണേന്ന് കുറേ പേര് ആവശ്യപ്പെടുന്നുണ്ട്. ഹെൽത്ത് ഇഷ്യൂ കാരണമാണ് കേട്ടോ ഇടാൻ പറ്റാത്തത്. അറിയാലോ, ആർത്രൈറ്റിസിൻ്റെ പെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സൈഡാവും കുറച്ച് ദിവസത്തേക്ക് ഞാൻ. പക്ഷെ കുഴപ്പമില്ല, അധികം താമസിയാതെ തന്നെ ഞാൻ തിരിച്ചെഴുന്നേറ്റ് വരും. ഇപ്പം നമുക്ക് ഈ വീഡിയോ കണ്ടാലോ. വിരുന്നുകാരെ വൈകുന്നേരത്തേക്കാണ് കേട്ടോ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് വേഗം തന്നെ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ള പുറപ്പാടാണ്. അപ്പോൾ ഒരു 8 കിലോ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പപ്പും കൂടെയൊക്കെ പോയി കഴിയുമ്പോൾ ഒരു 6 കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് 2 സെറ്റാക്കി വെക്കാണ്, ഫ്രൈ ചെയ്യാനും കറി വെക്കാനുമായിട്ട്. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ളതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മീറ്റ് മസാലയും ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെല്ലാം കൂടെ നന്നായിട്ട് പുരട്ടി വെക്കാണ്. ഇതൊരു ഈസി ചിക്കൻ ഫ്രൈ ആട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. നമ്മൾ ഓൾറെഡി വീഡിയോ ചാനലിൽ ഇട്ടതാണ്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ വലിയ ക്വാണ്ടിറ്റി ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്നൊക്കെ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ കുഴയ്ക്കുന്നത് സന്ധ്യയാണ് കേട്ടോ, സൈത്തേട്ടൻ്റെ അനിയൻ്റെ വൈഫാണ്. ബാക്കി മിക്കവാറും എല്ലാവരും തന്നെ പോയി. ഇപ്പോൾ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ശരിക്കും ഈ ഫുഡിന് ഞങ്ങൾ ആദ്യം നേരത്തെ പുറത്ത് ഓർഡർ കൊടുത്തിരുന്നതായിരുന്നു കേട്ടോ. പക്ഷേ എൻഗേജ്മെൻറ്റിൻ്റെ തലേദിവസം രാത്രി അവിടുന്ന് തന്നെ വാങ്ങിച്ച് കഴിച്ച സമയത്ത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പുതിയ കാറ്ററിംഗ് തപ്പാനൊന്നും സമയമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ശരിക്കും സന്ധ്യയും സുബിയും ഉള്ളതുകൊണ്ടാണ് എനിക്കൊരു ധൈര്യം കിട്ടിയത് കേട്ടോ. എൻ്റെ കൈ എപ്പോഴാണ് പണി മുടക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സൈത്തേടെ സമ്മതിക്കാറില്ല ഇങ്ങനത്തെ ഒന്നും പണി ഏറ്റെടുക്കാനായിട്ട്. പക്ഷെ സന്ധ്യ ഉണ്ടെങ്കിൽ പിന്നെ എന്നെക്കൊണ്ടൊന്നും ചെയ്യിക്കില്ല കേട്ടോ. ഞാൻ കുഴക്കുകയാണെങ്കിലും ഒക്കെ വേഗം വന്നെല്ലാം ചെയ്തു തരും. അതിപ്പം ഇവിടെ മാത്രമല്ല, നാട്ടിലായാലും അങ്ങനെ തന്നെയാണ്. അവസാനം അതിലേക്ക് കുറച്ച് നല്ലപോലെ കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് അവിടെ അടച്ചു വെക്കുകയാണ്. ഇത് നമുക്ക് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ അവിടെ ഇരുന്നു കേട്ടോ. വൈകുന്നേരം കഴിക്കാൻ നേരത്തെ എടുത്ത് ഫ്രൈ ചെയ്താൽ മതിയല്ലോ. ഇനി കറി വെക്കാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 6 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടിയും കൂടെ നന്നായിട്ട് ചൂടാക്കി നല്ല മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അത് നല്ലൊരു മൂത്ത മണം വരുമ്പോൾ ഓഫാക്കി കൊടുക്കാം. ഇനി കറിക്ക് മാറ്റി വെച്ച ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഈ പൊടിയും കൂടെ ഇട്ട് എല്ലാം കൂടെ കുഴച്ചവിടെ ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നെയ്ച്ചോറിനുള്ള അരി കഴുകുകയാണ്. ഒരു 4 കിലോ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. അത് 2 സെറ്റായിട്ട് വെക്കാമെന്ന് ചോദിച്ചാൽ നമുക്ക് കുക്കറിൽ വെക്കാൻ എളുപ്പമാണ്. അപ്പം അളന്നെടുത്ത് കഴുകി വെള്ളമൊക്കെ വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ അരിഞ്ഞു കിട്ടി. ചേച്ചി എനിക്ക് സവാള അരിഞ്ഞു കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ സമയത്ത് സവാള നന്നായിട്ട് മൂപ്പിച്ച് വെക്കാമെന്ന് ചോദിച്ചു നെയ്യിൽ. ഇന്ന് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന അലൂമിനിയം പാത്രം കേട്ടോ. ഇപ്പോൾ ഉണ്ടാക്കുന്നതല്ല, ഇപ്പോൾ ഉണ്ടാക്കുന്നത് വേറെ ഒന്നിനും എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ അത് ശരിയായി കിട്ടില്ല. ഇത് മുമ്പ് എടുത്ത് മാറ്റി വെച്ചിരുന്നു. കാരണം ഒന്നും ആയിട്ടില്ല, പക്ഷെ നമുക്ക് വീഡിയോയിൽ കാണിക്കുമ്പോൾ കുറച്ചൊരു കളറൊക്കെ ഒന്ന് ഫെയ്ഡ് ആയതുകൊണ്ട് മാറ്റി വെച്ചിരുന്നതാണ്. അതിനകത്തങ്ങ് സവാള മൂപ്പിച്ചെടുക്കുകയാണ്. അത്യാവശ്യം നല്ലപോലെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതാകുമ്പോൾ നല്ല കാരമലൈസ് ചെയ്ത് വരും പെട്ടെന്ന് തന്നെ. അടുക്കള ഫുള്ള് മെസ്സായിട്ടോ. നമുക്ക് അറിയാലോ, ഇതിപ്പം ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ഫുള്ളെല്ലാം വലിച്ചു വാരിയിട്ടാണ് ഉള്ളത്. അതൊന്നും ക്ഷമിച്ചേക്കണേ. അപ്പോൾ സുബി അവിടെ ഇരുന്നിട്ട് ഫ്രൂട്ട് സലാഡിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ മുറിക്കുന്നുണ്ട്. ഞാൻ എന്തൊക്കെ സാധനം വേണമെന്നുള്ള ഓരോ സാധനങ്ങൾ കൊണ്ടു കൊടുക്കും, അത് മുറിച്ച് വെക്കും. സുബി സൈത്തേട്ടൻ്റെ അനിയനാണ് കേട്ടോ. ഡ്യൂപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. പലർക്കും മാറിപ്പോവാറുണ്ട് സൈത്തേട്ടനുമായിട്ട്. നമുക്കിതുപോലെ സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാനൊരു ധൈര്യമാണല്ലേ. എൻ്റെ അനിയനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷേ അവന് പനി പിടിച്ച് കിടപ്പായിപ്പോയി, സൈഡായിട്ടുണ്ട്, ആ റൂമിലിരിപ്പുണ്ട്. സവാളയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അതങ്ങ് എടുത്തങ്ങ് മാറ്റി വയ്ക്കാം. നമ്മളെപ്പോഴും ബിരിയാണിക്കായാലും നെയ്ച്ചോറിനായാലും എസ്പെഷ്യലി നെയ്ച്ചോറിന് നെയ്യിൽ വറുത്ത് തന്നെ സവാള ഇടണം. വെളിച്ചെണ്ണയിലൊക്കെ വറുത്ത് കോരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കാറ്ററിംഗുകാരൊക്കെ അങ്ങനെ ചെയ്യും. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് അല്ലേ. സവാള എടുത്ത് മാറ്റി ആ നെയ്യിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കയും ഒക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന അരിയിട്ട് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. വറക്കേണ്ട ആവശ്യമില്ല, പക്ഷെ വറുത്താൽ കുറച്ചുകൂടെ ഒരു പെർഫെക്റ്റ് ആവും നമ്മുടെ നെയ്ച്ചോറ്. ഇപ്പോൾ സന്ധ്യ അത് വറുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ അപ്പത്തിനുള്ള മാവരക്കുകയാണ്. വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പച്ചരി. എനിക്കിഷ്ടമായി ഇതുപോലെ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വിരുന്നൊരുക്കാനായിട്ട്. അത് കോഴിക്കോട്ടുകാരുടെ ഒരു സ്പെഷ്യാലിറ്റി ആണോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്. വീട്ടിൽ ആരെങ്കിലും വരുന്ന വരുമ്പോൾ ഒരുപാട് ഐറ്റംസ് വേണം, നിറച്ചും ഐറ്റംസ് വേണം, എന്നാലേ ഒരു തൃപ്തി ഉണ്ടാവുകയുള്ളൂ. അപ്പം അത് വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 10 ലിറ്ററിൻ്റെ ഒരു കുക്കറുണ്ട്. അപ്പം അതിനകത്തോട്ട് വെള്ളം കണക്കാക്കി ഒഴിച്ചിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് അരി വറുത്തിട്ട് അതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. എന്നിട്ട് ഒറ്റ വിസിലിന് ഓഫാക്കി കൊടുക്കാം. അപ്പം പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അരി വെന്ത് കിട്ടും.
കുക്കർ അടയ്ക്കുന്നതിന് മുമ്പ് അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടാണ് അടച്ചു വെക്കുക. ഇനി ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതിട്ട് ഒന്ന് നല്ലൊരു മണം വരുന്ന സമയത്ത് അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും സവാളയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടങ്ങ് വഴറ്റിയെടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അത് പ്രഷർ പോയ ഉടനെ തന്നെ എടുക്കണം. ആ കുക്കറിനകത്ത് പിന്നെയും ഒരുപാട് സമയം വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ വെന്തു പോവുക. പെട്ടെന്ന് തന്നെ പരന്ന ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ വാഴയിലേക്ക് ഒന്ന് നിരത്തി ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ചൂടോടുകൂടി ചെറുതായിട്ട് ഒട്ടുന്നുണ്ടോ എന്നൊക്കെ തോന്നും, പക്ഷെ തണുത്ത് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. ഇനി ആ ചൂടോടുകൂടി തന്നെ നമുക്ക് മൂപ്പിച്ച സവാളയുടെ പകുതി ഭാഗം മൊത്തം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അങ്ങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോഴാണ് നല്ലൊരു സ്മെല്ലായിരിക്കും ഒരു നെയ്ച്ചോറിന്. അപ്പോൾ ഇത് കറിക്ക് വേണ്ടിയിട്ടുള്ള സവാള നന്നായിട്ട് വാടി കളർ മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലൊരു മൂത്ത മണം വരുമ്പം നിറച്ചും മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും കറിക്ക്. അപ്പോൾ അത് മൂത്തിട്ടുണ്ട്. നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി നമുക്കത് അവിടെ ഇരുന്ന് ആ ചിക്കൻ ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് ഇറങ്ങി വരണം. അടച്ചു വെക്കേണ്ട, തുറന്നു വെച്ച് തന്നെ ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഒന്ന് വരട്ടിയെടുക്കുന്ന പോലെ എടുക്കുവാണേ. എന്നിട്ട് കറി വെക്കുമ്പോൾ അതൊരു വേറൊരു ടേസ്റ്റല്ലേ. ആ സമയത്ത് തന്നെ അടുത്ത അടുപ്പിലേക്ക് അടുത്ത സെറ്റ് റൈസ് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കനിലേക്ക് ഇടാനുള്ള തക്കാളിയാണിത്. അത് മുറിച്ച് നമുക്ക് ചിക്കനിലേക്കാണ് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് തേങ്ങാക്കൊത്ത് ഇടുമ്പോൾ അല്ലേ. അതും കൂടെ ഇട്ടിട്ട് ഇളക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഇനി അതവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. അടുത്ത സെറ്റ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രൂട്ട് സലാഡിന് വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കുകയാണേ. 1.5 കപ്പ് പഞ്ചസാരയും അതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് ഷുഗർ സിറപ്പാക്കി എടുക്കുകയാണ്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൂട്ട് സലാഡ് ആയാലും ഫലൂദ ആണെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഫ്രൂട്ട് സിറപ്പിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ അതിന് പ്രത്യേക രുചിയാണ്. പല സ്ഥലങ്ങളിലും ഫ്രൂട്ട്സ് വെറുതെ ഇട്ട് അതിൻ്റെ മുകളിലേക്ക് ഐസ്ക്രീം ഒക്കെ ഇട്ട് പക്ഷെ അത് ഒന്നോ രണ്ടും വേറെ വേറെ കിടക്കും, ഒരു രുചിയും കാണില്ല. ആ സമയത്ത് ഈ ഫ്രൂട്ട്സ് ഒന്ന് നന്നായിട്ടൊന്ന് സോക്കായിട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ് അല്ലേ. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. സിറപ്പിൻ്റെ ഒരു ചെറിയ നേർത്ത പുളി ഉണ്ടാവണം, അപ്പോഴാണ് ടേസ്റ്റ്. ഞാൻ കുറച്ച് കസ്കസും കൂടെ കുതിർത്ത് വെക്കുന്നുണ്ട്. കസ്കസ് കുതിർക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കുതിർക്കാനായിട്ട് വെക്കുക. ഫ്രൂട്ട് സലാഡിൽ ശരിക്കും കസ്കസ് ചേർക്കാറില്ല. നമ്മുടെ ഇത് നോർമൽ ഫ്രൂട്ട് സലാഡല്ല, ഒരു വെറൈറ്റി ഫ്രൂട്ട് സലാഡാണ്. സാധാരണ നമ്മൾ ഫലൂദയും ഫ്രൂട്ട് സലാഡും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സംഭവം. അത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം, നന്നായിട്ട് തണുത്ത് വരട്ടെ. ഇപ്പോൾ ഫ്രൂട്ട്സ് ഓൾമോസ്റ്റ് എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. സുബി ഇനി നമ്മളിതാ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിറപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഫ്രൂട്ട്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. പൈനാപ്പിൾ അധികം വേണ്ട, കുറച്ച് മതി. പലർക്കും പൈനാപ്പിൾ കഴിക്കുമ്പോൾ വായിലെ തൊലിയൊക്കെ പോകില്ലേ, അതുകൊണ്ട് കുറച്ച് മാത്രം ഇടുന്നുള്ളൂ. ഇമ്മാണത് ബൗളിലേക്കൊക്കെ മാറ്റുന്നത്. എല്ലാവരും കൂടെ കൊണ്ടുപിടിച്ച ജോലിയാണ്. പിന്നെ കുറച്ച് ചെറിയും കൂടെ മുറിച്ചിട്ടിട്ടുണ്ട്, ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ആ സമയത്ത് ഞാനിവിടെ കോൾഡ് കോഫി ഉണ്ടാക്കാം കേട്ടോ. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കോൾഡ് കോഫിയാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു മിക്സിയിൽ അടിച്ച് ആ സമയമാകുമ്പം നമുക്ക് അടിക്കാനൊന്നും സമയം കിട്ടില്ലല്ലോ. ഇത് നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അവർ വരുന്ന സമയത്ത് അതെടുത്ത് ഒന്നുകൂടെ മിക്സിയിലടിച്ച് സെർവ് ചെയ്താൽ മതിയല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. മിക്സിയിലടിച്ച് തന്നെ സെർവ് ചെയ്യണം ഫ്രഷായിട്ട്. അപ്പോൾ സുബി വരുമ്പോൾ സന്ധ്യ പറഞ്ഞു ഞങ്ങളത് ഏറ്റവും ഞങ്ങൾ ചെയ്തോളാം എന്ന് വെച്ചാൽ എനിക്ക് ആ സമയത്ത് ഗസ്റ്റിനെയൊക്കെ നോക്കേണ്ടി വരുമല്ലോ, അപ്പം അവർ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം അടിച്ച് കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. ഐസ്ക്രീമും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ കോൾഡ് കോഫി ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്ന കോൾഡ് കോഫി. നന്ദന് ഭയങ്കര ഇഷ്ടമാണ്. നന്ദൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്ന സമയത്ത് അവർക്കും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കോൾഡ് കോഫി തന്നെ ആയിക്കോട്ടെ എന്ന്. കോൾഡ് കോഫി റെഡി ആയിട്ട് ഒരു 5-6 സെറ്റായിട്ട് അടിച്ച് എടുത്തതാണ്. ഇതങ്ങ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുന്നു, ആയിട്ടില്ല. കറക്റ്റായിട്ട് ആവുന്ന സമയത്ത് മുകളിൽ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുവരെ നമുക്കിങ്ങനെ കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞപ്പം ചിക്കൻ കറി ഓഫാക്കി ഇറക്കി താഴോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല മണമുണ്ട്, നല്ല രുചിയുണ്ട്. ഇനിയിപ്പം ചിക്കൻ ഫ്രൈ ചെയ്യേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഫ്രൈ ചെയ്യാൻ 2 പാനിലായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എണ്ണയിൽ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, അതിലേക്ക് ചിക്കൻ ഫ്രൈ എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ അപ്പം ചുട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ദോശക്കല്ലിൽ അപ്പത്തിൻ്റെ മാവ് കോരി ഒഴിച്ച് അടച്ച് വെച്ചിട്ടുണ്ടാക്കുന്ന അപ്പം ഇല്ലേ, വെള്ളയപ്പം എന്ന് ചില സ്ഥലത്തൊക്കെ പറയും, ചില സ്ഥലത്ത് ഇപ്പോൾ കള്ളപ്പം എന്നൊക്കെ പറയാറുണ്ട്. അതാണ് അത് ചുട്ട് കാസറോളിലങ്ങ് മാറ്റി വെക്കുകയാണ്.
ആദ്യമേ ചുട്ട ഉടനെ കാസറോളിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അവിടെ ഒട്ടിപ്പിടിച്ചു പോകും. അപ്പോൾ അത് ടേബിളും ചെയറും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, വാടകയ്ക്ക് എടുത്തതാണ്. അപ്പോൾ നമ്മൾ മുകളിലത്തെ സിറ്റിംഗ് റൂമിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 15 പേരൊക്കെ ഉണ്ടാവുള്ളൂ, പിന്നെ ഇവിടെ ഒരു 10 പേരുണ്ട്, അങ്ങനെ മൊത്തം 25 പേരാണ് ഫുഡ് കഴിക്കാൻ ഉണ്ടാവുക. പക്ഷേ ആദ്യം അവർ വരുന്നവർക്ക് ഒറ്റ ട്രിപ്പിന് തന്നെ ഇരിക്കാനുള്ള തരത്തിൽ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. 2 റൗണ്ട് ടേബിളാണ്, പിന്നെ ഒരു നീളത്തിലുള്ള ഒരു ടേബിളും. അതവർ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ടേബിളിന് ക്ലോത്തൊക്കെ നല്ല ഭംഗിയുള്ള ക്ലോത്തൊക്കെ ആയിരുന്നു. ചെയറിനും നല്ല ക്ലോത്തായിരുന്നു. പിന്നെ കൂളർ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ചൂടല്ലേ, അപ്പോൾ മുകളിലും കുറച്ച് ചൂട് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കൂളർ കൊണ്ടുവന്നതേ മൊത്തം അതിൻ്റെ ഉള്ളിലത്തെ വെള്ളം മുഴുവനും നിലത്ത് വീണ്, എന്നുവെച്ചാൽ പിടിച്ചത് തിരിഞ്ഞു പോയെന്ന് തോന്നുന്നുണ്ട് അവരെടുത്തുനിന്ന്. പിന്നെ അതവിടെ തുടക്കലും ബഹളമായിരുന്നു. പിന്നെ സ്വീറ്റ്സ് ആയിട്ട് വെക്കാനായിട്ട് ഹൽവ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ കോഴിക്കോടൻ ഹൽവ. എല്ലാവർക്കും ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഞാനാണെങ്കിൽ കോഴിക്കോടൻ ഹൽവയുടെ ഒരു ഫാനാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ എല്ലാവരും. ചിക്കു സാരിയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോഴത്തേക്കും ഒരു വിശപ്പ് തുടങ്ങി. അപ്പോൾ പിന്നെ വേഗം കുറച്ച് കോഫി ഇട്ട് എല്ലാവരും അങ്ങ് കുടിക്കുകയാണ്. എനിക്ക് ഇതുപോലെ പ്ലേറ്റിൽ കോഫി ഒഴിച്ച് കുടിക്കാൻ ഇഷ്ടം കേട്ടോ. എന്തൊക്കെ വിചിത്ര സ്വഭാവമാണോ എന്തോ. ഓരോ ടേബിളിലും റൈസും കറികളും ഒക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. അതവന് ഇടയിൽ കൂടെ പോയിട്ട് വിളമ്പേണ്ട കാര്യമില്ല, ആവശ്യത്തിന് അവർക്ക് തന്നെ എടുത്ത് കഴിക്കാമല്ലോ. ഒരു 5 മണിയായപ്പോഴത്തേക്കും അവരെല്ലാം എത്തിയിട്ട് ഒരു 3 കാറിലായിട്ടാണ് വന്നത്. നമ്മളിപ്പം എൻഗേജ്മെന്റിന് എല്ലാവരെയും കാണുമെങ്കിലും എല്ലാവരോടും അങ്ങനെ പരിചയപ്പെടാനൊന്നും പറ്റില്ലല്ലോ അല്ലേ. അപ്പം ഇങ്ങനെ വന്ന സമയത്താണ് എല്ലാവരും ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് പരിചയപ്പെടാൻ പറ്റിയത്. അവര് ചിക്കുവിന് എന്തൊക്കെയോ ഗിഫ്റ്റൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും വന്നിട്ട് ഒരുമിച്ച് കയറാമെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. നന്ദൻ വണ്ടി വർക്ക് ചെയ്യാൻ പോയതായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴത്തേക്ക് നന്ദൻ എത്തി. എല്ലാവരും കൂടെ അകത്ത് കയറുകയാണ്. അപ്പോൾ അവർ കയറി വന്നപ്പോഴത്തേക്ക് സന്ധ്യ സൗകര്യം കൂടെ കോൾഡ് കോഫിയൊക്കെ ഒന്നുകൂടെ അടിച്ച് സെർവ് ചെയ്യാണ്. പിന്നെ കുറച്ച് ചെയർ താഴെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വരുന്ന സമയത്ത് എല്ലാവർക്കും ഇരിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. പിന്നെ കുറേ സമയം അവിടെ ഇരുന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം പിന്നെ ഫോട്ടോ എടുപ്പായിരുന്നു ചിക്കുവിൻ്റെ റൂമിൽ വന്നിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ നേരത്തെ നടത്തേണ്ട ഒരു ഫംഗ്ഷനായിരുന്നു. അടുത്ത ബന്ധുക്കളൊന്നും ആരും കണ്ടിട്ടില്ലല്ലോ. എൻഗേജ്മെന്റിന്റെ മുമ്പേ വരാനായിട്ടൊക്കെ ഉള്ള ഒരു പ്ലാനിൽ തന്നെയായിരുന്നു. പക്ഷെ എൻഗേജ്മെന്റ് വളരെ കുറച്ച് സമയം കൊണ്ടല്ലേ ചെയ്തത്. അപ്പം അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നന്ദന്റെ മാമനൊക്കെ ആണെങ്കിലും ബാംഗ്ലൂരൊക്കെയാണ്. അപ്പോൾ അവർക്കൊക്കെ കാണണമെന്നും വരണമെന്നും ഒക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതിന് കുറച്ച് കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ഫുഡിൻ്റെ എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് പറഞ്ഞില്ലല്ലോ. നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡും ഉണ്ടായിരുന്നു, പിന്നെ പപ്പടം ഉണ്ടായിരുന്നേ, പിന്നെ അതിൻ്റെ കൂടെ അപ്പവും ഉണ്ടായിരുന്നു ചിക്കൻ കറിക്ക് കൂട്ടി കഴിക്കാനായിട്ട്, പിന്നെ ചിക്കൻ ഫ്രൈയും. പിന്നെ ഉണ്ടായിരുന്നത് കപ്പയും മീൻകറിയാണ്. കപ്പയും മീൻകറി എനിക്ക് ചെയ്തു തന്ന എൻ്റെ ഒരു ഫ്രണ്ടാട്ടോ, ജിഷ. ചെറിയ രീതിയിൽ കാറ്ററിംഗ് സർവീസ് ഒക്കെ നടത്തും. നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻകറിയും കപ്പയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വെജ് ഐറ്റമായിട്ട് ഗോബി മഞ്ചൂരിയനും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു മെയിനായിട്ടുള്ള ഐറ്റംസ്. പിന്നെ ഹൽവ, സ്വീറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും നെയ്ച്ചോറും കപ്പയും മീൻ കറിയും എല്ലാം ഇഷ്ടമായി. എന്തൊക്കെ ആയാലും കഴിച്ചിട്ട് ഇഷ്ടമായി എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ നമുക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കാൻ തന്നെയായിരുന്നു ഇഷ്ടം. പക്ഷേ സമയമില്ലല്ലോ അത്രയധികം ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു, ബാക്കിയെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കി. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇതുപോലെ ഫുഡ് ഉണ്ടാക്കാനായിട്ട്? ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വിരുന്നൊരുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രൂട്ട് സലാഡ് സെർവ് ചെയ്തു. ഫ്രൂട്ട് സലാഡ് സെർവ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ നല്ല തണുപ്പിച്ച സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് ഇടും. അതിൻ്റെ മുകളിലേക്ക് കസ്കസിൻ്റെ ഒരു ലെയർ ഒഴിക്കും. അതിൻ്റെ മുകളിൽ നമ്മൾ വാനില ഐസ്ക്രീം ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ചെറിയും കൂടെ വെച്ച് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ ഇതുപോലെ? പിന്നെ കുറേ സമയം ടെറസിൽ പോയി നിന്ന് എല്ലാവരും കൂടെ അവിടെ നിന്ന് നല്ല രസമായിരുന്നു കേട്ടോ. നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ നിന്ന് അവിടെ നിന്ന് കുറേ നേരം സംസാരിച്ചു. ഇത് നന്ദൻ്റെ അച്ഛനാണ് കേട്ടോ. ചിക്കു ഞങ്ങളെല്ലാവരും കൂടെ നന്ദൻ്റെ വീട്ടിൽ പോയ സമയത്തുള്ള ഒരു വീഡിയോയിൽ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് കേക്ക് കഴിച്ച് കഴിഞ്ഞ് അച്ഛനങ്ങ് അകത്തോട്ട് പോയി കേട്ടോ. അതിന് 1-2 പേര് കമൻറ്റ് ചെയ്തിരിക്കുന്നു, അപ്പൂപ്പനെ തീരെ ഇഷ്ടപ്പെട്ടില്ല. പെണ്ണ് വീട്ടിൽ വന്ന് കയറിയത് അപ്പൂപ്പനെ തീരെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് പിണങ്ങിപ്പോയതെന്നൊക്കെ പറഞ്ഞ്. അന്ന് പിണങ്ങിപ്പോയതൊന്നുമല്ല,
അല്ല കേട്ടോ, അത് കിടക്കാനായിട്ട് പോയതാണ്. ഞങ്ങൾ ചെന്നതും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം പ്രായമുള്ളവരല്ലേ, അപ്പോൾ അവർ പെട്ടെന്ന് കിടക്കൂലേ, അതുകൊണ്ട് പോയത്, അല്ലാതെ പിണങ്ങി പോയതൊന്നുമല്ല. എന്തുകൊണ്ടാണെന്നറിയില്ല അവർക്ക് അങ്ങനെയൊക്കെ തോന്നിയത്. എന്തായാലും എല്ലാത്തിലും നമുക്ക് നല്ലത് കാണാൻ ശ്രമിക്കാം അല്ലേ, അതല്ലേ നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം. അങ്ങനെ എല്ലാവരും തിരിച്ചു പോവാണ്. എല്ലാവരും കൂടെ വന്ന് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് എല്ലാവരും നല്ല ഹാപ്പിയായി. നല്ലൊരു ദിവസമായിരുന്നു. അത്രയേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.